ഒരാഗ്രഹം നേടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസാധാരണമാം വിധം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വൈബ്രേഷനിലാവും. ഒരു ടെൻഷൻ വരും. അതിനാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് വിജയിക്കുമോ, കിട്ടുമോ, ഞാൻ മുടക്കിയ പൈസ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടുമോ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ അയാൾ സ്നേഹിക്കുമോ, എന്നെ വെറുക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. വലിയ ബലം, അതായത് മനസ്സൊരു റബ്ബർ ബാൻഡ് പോലും വലിഞ്ഞിട്ട് അതും ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യും. ആഗ്രഹങ്ങളാണ് അതിന് കാരണം. ആഗ്രഹം നേടിക്കഴിയുമ്പോൾ ആ നിമിഷം വൈബ്രേഷൻ 0 ആവും. അപ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ ആ ടെൻഷൻ അവിടെ നിൽക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ, അത് വേണോ ഇത് വേണോ, ഇങ്ങനെയുള്ള ഈ ഒരു ചാഞ്ചാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ജമ്പിങ്, ഇതാണ് മനസ്സിൻ്റെ വൈബ്രേഷൻ. അതൊരു ഫിസിക്കൽ വൈബ്രേഷൻ അല്ല, നമ്മുടെ ചിന്തകളുടെ വൈബ്രേഷനാണ്. ചിന്തയാണ് അത് അവിടെ വൈബ്രേറ്റ് ചെയ്യണത്. വേണോ വേണ്ടയോ, നല്ലത് ചീത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് വൈബ്രേഷൻസ് വരും. അത് ഫിസിക്കലല്ല. അത് നമുക്ക് നേടിക്കഴിയുമ്പോൾ ഓക്കെ, നമുക്ക് സന്തോഷമായി, കാര്യങ്ങൾ നടന്നു. അപ്പം നമ്മുടെ മനസ്സ് ശാന്തമായി, നമുക്ക് സന്തോഷം. ആ ശാന്തതയാണ് സന്തോഷമായിട്ട് അനുഭവിക്കുന്നതും സമാധാനമായിട്ട് അനുഭവിക്കുന്നത്. രണ്ടും അത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. വേദന, ശരീരത്തിന് വേദന വരുമ്പോഴോ മനസ്സിന് ദുഃഖം വരുമ്പോഴോ, ഇത് രണ്ടും പരിഹരിക്കാനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സ്വാഭാവികം, യാതൊരു സംശയമില്ല, സ്വാഭാവികമായൊരു കാര്യമാണ്. എൻ്റെ ശരീരത്തിനൊരു മുറിവ് പറ്റി, ഞാൻ ആദ്യം പോകേണ്ടത് ജോലിക്കല്ല പോകേണ്ടത്, ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വയ്ക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം. തീർച്ചയായിട്ടും അത് ശരിയാണ്, അത് തെറ്റൊന്നുമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. ഹോസ്പിറ്റലിൽ പോകാം, മരുന്ന് വയ്ക്കുക, എന്നിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. എൻ്റെ മകൾക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഉടുപ്പ് വാങ്ങണം, എൻ്റെ ഒരു ആവശ്യമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ ആഗ്രഹം? വെറുതെ ഒരു ഉടുപ്പ് വാങ്ങുക എന്നല്ല. ഏതുടുപ്പ് എടുത്താലും നാണം മറയ്ക്കാൻ നമുക്ക്, തർക്കമില്ലാത്ത കാര്യം. പക്ഷേ നാണം മറയ്ക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉടുപ്പെടുക്കുന്നത്. അതിൻ്റെ നിറം, അതിൻ്റെ ഭംഗി, അതിൻ്റെ വില, ഇതൊക്കെ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം ഒത്തുവരുന്ന നമുക്കിഷ്ടപ്പെട്ട ഒരു നിറം ആളുകൾ കണ്ടാൽ ഹായ് എന്ന് പറയണം, അങ്ങനെയുള്ളൊരു സാധനം നമുക്ക് വേണം. ഇതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. അപ്പോൾ നമ്മൾ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു വസ്ത്രത്തിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു വസ്ത്രം വാങ്ങി എനിക്ക് ധരിക്കണം, എനിക്ക് വസ്ത്രമില്ല എന്നതല്ല അവിടുത്തെ പ്രയോറിറ്റി. മറിച്ച് എനിക്ക് വസ്ത്രം ഒരുപാട് വേറെയുണ്ട്, പക്ഷെ ഒരു നല്ല വസ്ത്രം വാങ്ങണം, വില കൂടിയ വസ്ത്രം വാങ്ങണം. അതെവിടെ നിന്ന് വാങ്ങണം, ഏത് കടയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് ചോയ്സുകളാണ് അവിടെ വരുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായ പ്രയോറിറ്റികൾ സൃഷ്ടിക്കും. ഇന്ന കടയിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂ, ഇന്ന ഉടുപ്പേ വാങ്ങണം, ഇന്ന വിലയുള്ളതായിരിക്കണം, ഇന്ന മെറ്റീരിയലായിരിക്കണം, ഇന്ന നിറമായിരിക്കണം. കണ്ടോ? അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. വസ്ത്രത്തിനല്ല പ്രയോറിറ്റി അവിടെ, മനസ്സിലായില്ലേ? അതിന് പകരം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് വികാരങ്ങൾക്കാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു വസ്ത്രം വാങ്ങിയെന്ന് വിചാരിക്കുക. വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭംഗിയുള്ള ഉടുത്ത് ഒരു കുട്ടി വന്നിരിക്കുന്നു, ഒരാൾ വന്നിരിക്കും. അതായത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടൊരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ രണ്ടുപേര് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആൾക്കാർ മറ്റേയാളുടെ വസ്ത്രത്തെയാണ് കൂടുതൽ ഹായ് എന്ന് പറഞ്ഞേക്കണം. അതോടെ നിങ്ങൾ സമ്പാദിച്ച സന്തോഷം പോയി. അടുത്ത പ്രശ്നം വന്നവിടെ, എനിക്ക് അതുപോലത്തെ ഒരു വസ്ത്രം വേണം, ഇത് പോരാ. ആളുകൾ എല്ലാവരും ഹായ് എന്ന് പറയുന്നത് ഇതിന് ചില പോരായ്മകളുണ്ടെന്ന് ചിലവർ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടോ? കാര്യങ്ങൾ കൈവിട്ടു. അപ്പോൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ച് നിങ്ങൾ സന്തോഷം നേടിയപ്പോൾ ആ സന്തോഷം വെറും നൈമിഷികമായിപ്പോയി. ഏതാനും മിനിറ്റുകളോ ഏതാനും ദിവസങ്ങളോ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അതിനേക്കാൾ വലിയൊരു ആഗ്രഹം അവിടെ വന്ന് കയറി. അത് ഇതിൻ്റെ സന്തോഷത്തെ വിഴുങ്ങി. ഇനി നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ
ഇവിടെ ശരീരത്തിൻ്റെ സുഖത്തിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഞാൻ മനസ്സിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ദുഃഖം മാറ്റാനുള്ള പ്രയോറിറ്റിയാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. എന്താണ്? ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് ദുഃഖം. അതിൻ്റെ തീവ്രതയും ഈ നമ്പറുമാണ്, എണ്ണവുമാണ് നമ്മളെ കൂടുതൽ ദുഃഖിപ്പിക്കുകയും ശക്തമായി ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദുഃഖത്തെയും ഈ അസ്വസ്ഥതയും നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് കൊടുത്തത്? അപ്പോൾ മനസ്സിൻ്റെ വിഷമത്തിന്, നമുക്ക് വസ്ത്രം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വിഷമമാണ്, വിഷമമാണ്. എന്തായാലും നമുക്ക് നല്ലൊരു ഉദ്ദേശ വസ്ത്രം കിട്ടുമോ? കിട്ടുമായിരിക്കാം. കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. ആ സന്തോഷത്തെ അടുത്ത ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം വന്ന് കീഴടക്കി. ഉടനെ അടുത്ത ആവശ്യത്തിലേക്കും ആഗ്രഹത്തിലേക്കും മനസ്സ് പോയി. അപ്പോഴും ദുഃഖമായി പിന്നെ. എന്ന് പറഞ്ഞാൽ കവി പാടിയതുപോലെ കരളിലെ മോഹവും കടലിലെ തിരമാലയും ഒരിക്കലും അടങ്ങില്ല. തിരമാല ഒഴിഞ്ഞിട്ട് നമുക്കൊരിക്കലും കപ്പലോടിക്കാൻ പറ്റില്ല. വെളുത്തേടൻ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതായത് ജീവിതം എന്ന് പറയുന്ന വൈകാരികമായ അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് സന്തോഷത്തിനല്ല. എൻ്റെ മനസ്സ് സദാസമയം സന്തോഷകരമായിരിക്കണം എന്നല്ല നമ്മൾ ആ പ്രയോറിറ്റി അല്ല കൊടുക്കുന്നത്. മറിച്ച് എനിക്ക് ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട്. അത് നിലനിൽപ്പിൻ്റെ ആവശ്യമല്ല. നിലനിൽപ്പിൻ്റെ ആവശ്യം, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, അപ്പോൾ നിലനിൽപ്പിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകാൻ പാടില്ലേ? തീർച്ചയായും. നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഒരു വസ്ത്രം എന്നത്. അത് എന്ത് നിറമായാലും എന്ത് തുണിയായാലും അതിന് എന്ത് ഡിസൈനായാലും അതിന് എന്ത് വിലയായാലും അത് വിഷയമല്ലെങ്കിലോ നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിന് കയറി വരാൻ പറ്റില്ലല്ലോ. ഒരു കടയിൽ ചെല്ലുന്നത് നിങ്ങൾ ആദ്യം കാണുന്ന വസ്ത്രം എന്ത് വിലയാണ്? ഏറ്റവും വില കുറഞ്ഞ തുണി ഏതാണ്? എൻ്റെ കയ്യിൽ കാശ് കുറവാണ്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും വില കുറഞ്ഞ അപ്പോൾ കടക്കാരൻ ഏറ്റവും വില കുറഞ്ഞ തുണി എടുത്തിടും. ഇതാണ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നാളെ മറയ്ക്കാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല, അത് മതി എനിക്ക്. സാധിക്കുമോ? സാധിക്കില്ല. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങൾക്കൊരു വസ്ത്രം വേണം, വസ്ത്രത്തിനോടുള്ള ആഗ്രഹം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യമില്ലാതാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉടനെ ചിന്തിക്കുന്നത് അതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, അപ്പോൾ ഞങ്ങൾക്ക് തുണി കൊടുക്കണ്ടേ, ഞങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ, ഞങ്ങൾക്ക് അത് ചെയ്യണ്ടേ, ഞങ്ങൾക്ക് ഇത് ചെയ്യണ്ടേ, അങ്ങ് ഇവിടെ പോകണ്ടേ, ഇവിടെ പോകണം, ഇതൊക്കെ നിങ്ങൾ പറയും. നിലനിൽക്കാൻ ആവശ്യമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ടാകാം. ഈ ആവശ്യങ്ങൾക്ക് ഈ ആഗ്രഹങ്ങൾക്കും ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. വീഴ്പ്പ് പോലെ വന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല, നിന്നുപോകും. ഒരു വസ്ത്രം മേടിച്ചാൽ നമുക്കറിയാം അത് എത്ര നാൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന്. അത്രയും നാൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്കിൻ്റെ വസ്ത്രത്തിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യത്തിനുണ്ട്, മാറി തിരിഞ്ഞിടാനുള്ള വസ്ത്രമുണ്ട് നമുക്ക്. ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ എവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വലിയ വലിയ ആഡംബരങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്കിതേ പറ്റുള്ളൂ. ഞാനിങ്ങനെ എന്താ കാര്യം, എൻ്റെ വസ്ത്രത്തേക്കാൾ വലുതാണ് എൻ്റെ സന്തോഷം. എൻ്റെ വസ്ത്രത്തേക്കാൾ വലുതാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം. പറ്റുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. സാധിക്കില്ല. നമ്മളെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ വ്യക്തിത്വവും അഭിമാനവും അഹങ്കാരവും വളർത്താനുള്ള എഡ്യൂക്കേഷനാണ് നമുക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വീട്ടിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നാണെങ്കിലും അത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നാണെങ്കിലും നമുക്കതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അഹങ്കരിക്കാൻ, അഹങ്കാരത്തിൽ ജീവിക്കാൻ. അഹങ്കാരത്തിൽ ജീവിക്കാനല്ല ബോധം ജീവനെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും. ഈ വളരെ കുറച്ച് വസ്ത്രം എടുക്കുന്ന ഫക്കീർമാരില്ലേ, സന്യാസിമാരില്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവണമല്ലോ? ഉണ്ടാവില്ല. അതെന്താ കാര്യം? അപ്പോൾ മാസം കൊറോണ തെറ്റിപ്പോകുമല്ലോ. ഞാൻ കോണ കൊടുത്തേ ഞാൻ ഇരിക്കുള്ളൂ, ജീവിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാലോ?
ബുദ്ധിമുട്ടായി. അയാളെ നല്ലൊരു മുണ്ടുപിടിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാലും അയാൾക്ക് ദുഃഖം വരും. അപ്പോൾ അയാൾക്ക് സന്തോഷം വരില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് എന്താണ് വേണ്ടത്, സന്തോഷം എങ്ങനെയാണ് മനസ്സിലുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു സന്യാസിക്കാണെങ്കിൽ പോലും, ഒരു സർവസംഘ പരിത്യാഗിക്ക് പോലും അയാളുടെ ഭിക്ഷാപാത്രം വളരെ പ്രഷ്യസ് ആയിരിക്കും അയാൾക്ക്. അതുകൊണ്ടാണല്ലോ ഡയോജനസ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ, ഒരു മിസ്റ്റിക്ക്, ഒരിക്കൽ വെള്ളം കുടിക്കാനായിട്ട് ആറ്റിലിറങ്ങിയിട്ട് തൻ്റെ ബൗള് കൊണ്ട്, അതായത് ബെഗ്ഗിങ് ബൗള് കൊണ്ട് അല്ലെങ്കിൽ ഭിക്ഷാപാത്രം കൊണ്ട് അദ്ദേഹം വെള്ളം കോരി കുടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പട്ടി ഓടി വന്നിട്ട് നക്കി കുടിക്കുന്നത് കണ്ടു. ഉടനെ ഡയോജനസ് എന്ത് ചെയ്തു? അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു ആ പാത്രം. അന്ന് തുടങ്ങി അദ്ദേഹം പിന്നീട് വെള്ളം നക്കിയേ കുടിച്ചിട്ടുള്ളൂ. സന്തോഷത്തിൻ്റെ രഹസ്യം അവിടെ നടക്കുന്നത് പറ്റില്ല. അപ്പോൾ ഒരു ഭിക്ഷാപാത്രത്തിനോട് പോലും ഒരു സർവസംഘ പരിത്യാഗിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ജീവിത സൗകര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. എന്താണോ തനിക്ക് തൻ്റെ പരിധിക്കുള്ളിലുള്ളത്, എന്താണ് തന്നെ കൊണ്ട് കഴിയുന്നത്, അതിൽ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതെങ്ങനെയും ആകാം. 10,000 രൂപ കൊണ്ട് ജീവിക്കാം, 25,000 രൂപ കൊണ്ട് ജീവിക്കാം, 20 ലക്ഷം രൂപ കൊണ്ട് ജീവിക്കാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നിസ്സംഗനാകാം, സംശയിക്കേണ്ട. പക്ഷേ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തനായിരിക്കണം. എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തനായിരിക്കണം. നിങ്ങളിൽ 10 ലക്ഷം രൂപ ഉണ്ടാകാം, അതനുസരിച്ചിട്ട് നിങ്ങൾ ഏറ്റവും വില കൂടിയ വസ്ത്രമേ ധരിക്കുള്ളൂ എന്ന് വിചാരിച്ചാലും പോയി നിങ്ങളുടെ പണം പെട്ടെന്ന് ചോർന്നു പോകും, ആവശ്യങ്ങൾ കൂടും, കടലിലെ തിരമാല പോലെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് നമ്മൾ നൽകുന്ന ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ വികാരങ്ങൾക്കും അതുമൂലമുള്ള ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കുമാണ്, അല്ലാണ്ട് സന്തോഷത്തിനല്ല. സന്തോഷം ഒരു വികാരമല്ലെന്ന് ഓർമ്മിക്കണം. സന്തോഷം വികാരമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഒരു ആഗ്രഹം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു നേരം സന്തോഷം ഉണ്ടാകുകയും അടുത്ത ആഗ്രഹം വരുമ്പോൾ അതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നൈമിഷികമായി പോകുന്നത്. അതുകൊണ്ടാണ്. എന്താ കാര്യം? സന്തോഷം വികാരമല്ല, സന്തോഷം വികാരമില്ലായ്മയാണ്. നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇത്? എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പം നമ്മളെല്ലാവരും ജനിച്ച് കുട്ടിയായി വളർന്ന് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കാരണവശാലും മനസ്സിൽ സന്തോഷം ഉണ്ടാകരുത്, ദുഃഖം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അങ്ങനെ ജീവിക്കുള്ളൂ, അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ആഗ്രഹം നേടിക്കൊണ്ട് ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചാൽ എവിടെ പോയി അവസാനിക്കും? അത് ലോക കോടീശ്വരന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. എന്താ കാര്യം? കുറച്ച് നാൾ കഴിയുമ്പോൾ അയാളെക്കാളും വലിയൊരു കോടീശ്വരൻ പിന്നെ വരും. അപ്പോൾ അയാൾ ദുഃഖിതനാവും. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. വളരെ ലളിതമായൊരു തത്വമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഇത് വലിയ സങ്കീർണമായ റിലേറ്റിവിറ്റിയൊക്കെ പോലെ സങ്കീർണമായൊരു ആശയമൊന്നുമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. വളരെ നിസ്സാരം. നിങ്ങൾ ജീവിതത്തിന് കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങളുടെ വികാരങ്ങളായി കണക്കാക്കിക്കൊണ്ടാണ്. ആ വികാരങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങൾ ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോകുന്നതും. ഫസ്റ്റ് പ്രയോറിറ്റി സന്തോഷത്തിനല്ല. സന്തോഷത്തിനായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യണം.
അത് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. പറ്റിയില്ലെങ്കിൽ സന്തോഷം ചോദിക്കരുത്. എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നൊരാളെ ഒരിക്കലും ആഗ്രഹിക്കരുത്, ആവശ്യപ്പെടരുത്. കിട്ടില്ല. ആഗ്രഹം നേടുമ്പോഴുണ്ടാകുന്ന സന്തോഷം നൈമിഷികമാണ്. അത് സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളെ അത് നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോകും. ഞാൻ പറയുന്നത് സ്ഥായിയായ സന്തോഷമാണ്. അത് ബുദ്ധന് മാത്രം ഉള്ളതാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നം ആഗ്രഹങ്ങളാണ്. ജനനം ദുഃഖമാണ്, ജീവിതം ദുഃഖമാണ്, മരണം ദുഃഖമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ദുഃഖത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രാധാന്യത്തിലൂടെയാണ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കയറി വരുന്നത്. ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദുഃഖത്തെ നൈമിഷികമായി മാറ്റുകയും വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ സ്ഥായിയായ ദുഃഖത്തിലും നൈമിഷികമായ സന്തോഷത്തിലുമായിരിക്കും ജീവിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് സുഖത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ സുഖം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതികമായി, അതായത് വസ്തുബോധത്തിൽ നമ്മൾ എങ്ങനെയാണ് സുഖിക്കുക? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യന് മൂന്നോ നാല് തരം സുഖങ്ങളാണ് മനുഷ്യന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവണം. ആരോഗ്യം ഒരു സുഖാവസ്ഥയാണ്. എനർജറ്റിക് ആയിരിക്കുക എപ്പോഴും. ആരോഗ്യം പെർഫെക്റ്റ് ആയിരിക്കും. ആരോഗ്യം പെർഫെക്റ്റാക്കാൻ നമുക്ക് ശരിയായ ഭക്ഷണക്രമം, ശരിയായ വ്യായാമമൊക്കെ ഉണ്ട്. അത് ഒരു മാർഗം. 2, ശരീരത്തെ സുഖകരമാക്കാനുള്ള രണ്ടാമത്തെ മാർഗം മദ്യമാണ്. പിന്നെ മയക്കുമരുന്നുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന നല്ലൊരു ശതമാനം മരുന്നുകൾ, എല്ലാം പറഞ്ഞ് പറയാൻ നിവൃത്തിയില്ല. ഭൂരിഭാഗം മരുന്നുകളും നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിനായിട്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. ശരീരത്തിൻ്റെ സുഖത്തിനായിട്ടാണ് നമ്മൾ പിന്നെ മദ്യം കഴിക്കുന്നതും മയക്കുമരുന്ന് കഴിക്കുന്നതും ഒക്കെ. ഇനി അടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, വളരെ പ്രധാനപ്പെട്ടത് ഭോഗമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പേരും ഭോഗമെന്ന സുഖമാണ് ശരീരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഞാൻ പറയും, ഭോഗമെന്ന സുഖമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ വേദന. അത് ഞാൻ പ്രൂവ് ചെയ്യുകയും ചെയ്യും. നിത്യവും ഭോഗിച്ച് ജീവിക്കുന്നവൻ, അവന് ഒരു കാരണവശാലും അവൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവില്ല. അവന് ഒരുപാട് രോഗങ്ങൾ കീഴടക്കും. അവനൊരുപാട് മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഭോഗിച്ചു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നത്. അതിനുശേഷം ഒരു ഡിപ്രഷൻ വരുന്നത്, ഒരു നഷ്ടബോധം വരുന്നത്. ഭോഗം സുഖമായിരുന്നുവെങ്കിൽ അത് നീണ്ടു നിൽക്കണ്ടേ? 24 മണിക്കൂർ നിൽക്കണ്ടേ? എന്തേ നമുക്കത് തീർന്നു പോയി, ഇല്ലാതായിപ്പോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഭോഗമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഖമെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരാൻ പാടില്ല. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖം നഷ്ടപ്പെടാൻ പാടില്ല. അത് തുടരേണ്ടതല്ലേ? അതിന് പകരം മൂഡ് ചേഞ്ചും ഡിപ്രഷനും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വരുന്നു? നഷ്ടബോധമൊക്കെ എങ്ങനെ വരുന്നു? നമ്മൾ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുകയില്ല. 2, മദ്യം നമ്മൾ കഴിക്കുന്നു. മദ്യം കഴിക്കുമ്പോൾ നമുക്ക് കണ്ടല്ലേ, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ കോൺട്രാക്റ്റ് വാർക്കപ്പണിക്കെല്ലാം പോകുന്ന തൊഴിലാളികൾ എല്ലാവരും തന്നെ മദ്യപിക്കും. കാര്യം വളരെ ടീഡിയസ് വർക്കാണ് അവർ ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട ജോലിയാണ്. ശരീരത്തിന് ഭയങ്കരമായ വേദനകളുണ്ടാവും. അത്രയും എക്സേർഷൻ ആവശ്യമുള്ളൊരു ജോലിയാണ്. ഇന്നിപ്പോൾ കാലമൊക്കെ മാറി. ഇന്നിപ്പോൾ ഹൈടെക് മെഷീൻസൊക്കെ ഉണ്ട്.
അപ്പോൾ എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ അത് ആ ഒരു ജോലി വാർക്കൽ ജോലി കഴിഞ്ഞാൽ അവരാദ്യം തന്നെ അവർക്ക് എല്ലാവർക്കും മദ്യം വീട്ടുകാർ തന്നെ വിളമ്പും. നല്ല ഭക്ഷണം ഇറച്ചിയൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരൊരു സുഖം അനുഭവിക്കുകയാണ് ആ മദ്യം കുടിക്കുമ്പോൾ. അവരുടെ എല്ലാ വേദനകളും അവർ മറക്കുകയാണ്. എല്ലാ വേദനകളും പോവുകയാണ്. അവർക്ക് വേദന തോന്നില്ല. സുഖമായി പോയി കിടന്നുറങ്ങാം. പിറ്റേ ദിവസം വേദന ഉണ്ടാവോ ഇല്ലെന്നോ അത് വേറെ വിഷയം. അത് ഓരോരുത്തരുടെ ആരോഗ്യ നില പോലെ ഇരിക്കും. അപ്പോൾ അവർ ഡെയിലി കുടിക്കേണ്ടതായിട്ട് വരും. കാരണം വേദന ആ മദ്യത്തിൻ്റെ കെട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും വേദന വരികയാണെങ്കിൽ പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും കുടിക്കാനായിട്ട് വേറെ മാർഗ്ഗമില്ല. അതുപോലെ തന്നെ മരുന്ന്, നമ്മൾ ഒരു മരുന്ന് കഴിച്ച് ഒരു രോഗം മാറ്റി വേദന മാറി കുറച്ച് കഴിയുമ്പോൾ അടുത്ത രോഗം വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും മരുന്ന് കഴിക്കണം. മരുന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? മരുന്നിനും മയക്കുമരുന്നിനും പിന്നെ മദ്യത്തിനും ഭോഗത്തിനും നമ്മൾ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നു. എന്താ കാര്യം? ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ വേദനയെ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെ വേണ്ടേ? ഈ അറ്റ്ലീസ്റ്റ് മാസ്റ്റർ പറയുന്നതിലും മരുന്നിനെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കാം. സഹജാവബോധത്തിൽ ശരീരത്തെ സങ്കല്പിച്ചവൻ വെറും മണ്ടനാണെന്ന് നമ്മൾ വിചാരിക്കണേ. അല്ല, സങ്കല്പിച്ചവൻ വളരെ ഇൻ്റലിജൻ്റാണ്. അത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കാണാം. പ്രപഞ്ചത്തിൻ്റെ സങ്കീർണത, അതിൻ്റെ പരിണാമം, ഇതൊക്കെ നമ്മൾ നോക്കിക്കേ, ഞെട്ടിപ്പോവും. അത്രയും ബുദ്ധിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിയവൻ നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കിയത് വെറുതെ എന്തെങ്കിലും രോഗം വന്നും പെട്ടെന്ന് വീഴാനോ അല്ലെങ്കിൽ വേദന എടുക്കാനോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സങ്കല്പത്തിന് വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ സങ്കല്പിക്കുന്നത് മണ്ടത്തരമല്ലേ? അങ്ങനെ ആരെങ്കിലും സങ്കല്പിക്കുമോ? നമ്മൾ സങ്കല്പിക്കുമോ അങ്ങനെ ഒരു സംഗതി? നമുക്ക് തന്നെ ഉപദ്രവമാകുന്നൊരു കാര്യം നമ്മൾ ഉണ്ടാക്കുമോ? നമുക്ക് തന്നെ പറ്റാത്തത്, നമുക്ക് തന്നെ കൊണ്ടുനടക്കാൻ സാധിക്കാത്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കുമോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സങ്കല്പിച്ചവൻ ശരീരത്തെ പെർഫെക്റ്റായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ ശരീരത്തെ നോക്കിയാൽ മതി. സ്വയം റിപ്പയർ ചെയ്യുന്ന ഒരു യന്ത്രം ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ചില റോബോട്ടുകളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്ന്. കുറേയൊക്കെ ശരിയായിരിക്കാം, പക്ഷെ പൂർണ്ണമായും ശരിയല്ല.